ഇ ഡി കവിപ്പടയാകുമ്പോൾ മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു കേന്ദ്ര ഏജൻസിയുടെ പേരാണ് ഇ ഡി അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിപുലമായ അധികാരങ്ങളുള്ള മൂർച്ചയുള്ള പല്ലുകളുള്ള ഈ ഏജൻസിയെ ഭരണകൂടം കഴുത്തിൽ നല്ല ബെൽറ്റ് ഇട്ട് നല്ല തുടലുമിട്ട് നായാട്ടിന് പണ്ട് രാജാക്കന്മാർ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടു നടക്കുന്നത് കാണുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ സിംഹമാണോ അതോ കഴുതപ്പുലിയാണോ അതോ നായാണോ എന്നറിയുവാൻ വയ്യാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. ചില പ്രാഞ്ചികളുടെ വീടിന് മുന്നിൽ റോഡ് വീലർ കൊണ്ട് കടിക്കും എന്ന് ഗേറ്റിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെയാണ് മോദി സർക്കാർ ഞങ്ങളുടെ കയ്യിൽ ഇ ഡി ഉണ്ട്, കടിച്ചു പറിച്ചെടുക്കും എന്ന് വിളിച്ചു പറയുന്നത്. ഇതിന് നല്ലൊരു ഉദാഹരണം പറയാം. 2023 ഓഗസ്റ്റിൽ പാർലമെന്റിൽ നടന്ന ഒരു ചർച്ചയ്ക്കിടെ BJP സർക്കാരിലെ വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി പ്രതിപക്ഷത്തോട് പറഞ്ഞു, നിശബ്ദത പാലിക്കുക, അല്ലെങ്കിൽ ഇ ഡി നിങ്ങളുടെ വീട്ടിൽ കയറാം എന്ന്. ഇത് പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുവാൻ മാത്രമല്ല, പ്രതിപക്ഷത്തെ തന്നെ ഇല്ലാതാക്കുവാനും എതിർസ്വരങ്ങൾ ഇല്ലാതാക്കുവാനും ആവശ്യത്തിനുള്ള ഫണ്ട് സമാഹരിക്കുവാനും എല്ലാം ഇന്ന് ഉപയോഗിക്കുന്നത് ഈ തുടലിട്ട കേന്ദ്ര ഏജൻസിയെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2ാം ടൈമിൽ ഇ ഡിയുടെ കേസുകൾ 6 മടങ്ങ് വർദ്ധിച്ചു. ഇത് BJP അവിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇ ഡിയെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണത്തെ ശരിവെക്കുന്നതാണ്. 2023 ഏപ്രിലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിച്ച് 14 പ്രതിപക്ഷ പാർട്ടികൾ സമർപ്പിച്ച ഹർജി ഇന്ത്യൻ സുപ്രീം കോടതി നിരസിച്ചു. ഇത്തരം ഘട്ടങ്ങളിൽ ആശ്രയമാകേണ്ടുന്ന, നിഷ്പക്ഷത പാലിക്കേണ്ടുന്ന ജുഡീഷ്യറി എന്തുകൊണ്ട് കണ്ണ് ഇറുക്കി അടയ്ക്കുന്നു? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എതിരാളികളെ തകർക്കുവാനും വിരട്ടാനും തങ്ങളുടെ പാളയത്തിലേക്ക് അവരെ എത്തിക്കുവാനും സെറ്റിൽമെന്റ് നടത്തി പാർട്ടിക്ക് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യുവാനും മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നതിനുള്ള ഒരു ചെറിയ ഉദാഹരണം പറയാം. 2022 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പങ്കുവച്ച കണക്കുകൾ പ്രകാരം തന്നെ നോക്കിയാൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത 5422 കേസുകളിൽ വെറും 23 പേർ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ട്രയൽ പൂർത്തീകരണ നിരക്ക് 0.5% താഴെ മാത്രം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇന്ത്യയിൽ ട്രയൽ പൂർത്തീകരണ നിരക്ക് 10.5 എന്നതിനേക്കാൾ എത്രയോ കുറവാണിത്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എതിരാളികളെ ഇ ഡിയെ ഉപയോഗിച്ച് വിരട്ടുക, വശംവദരാക്കുക, എതിർക്കുന്നവരെ തകർത്ത് കാരാഗൃഹത്തിൽ അടയ്ക്കുക, ഇതല്ലേ ഫാസിസം? ഇതിനെ എങ്ങനെ ജനാധിപത്യമെന്ന് പറയുവാൻ സാധിക്കും? 1956 മെയ് 1 ഡൽഹി ആസ്ഥാനമായി ഈ ഏജൻസി നിലവിൽ വന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്നതിനും ഉത്തരവാദിത്തമുള്ള ഒരു ആഭ്യന്തര നിയമ നിർവഹണ ഏജൻസിയും സാമ്പത്തിക രഹസ്യാന്വേഷണ ഏജൻസിയുമാണ് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ധനമന്ത്രാലയത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ഭാഗമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ ലംഘനങ്ങൾ, അഴിമതി, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നതിലും വിചാരണ ചെയ്യുന്നതിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കള്ളപ്പണത്തിന്റെ ഉത്പാദനവും വിനിമയവും തടയുക, വിദേശ നാണ്യം, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാഥമിക ലക്ഷ്യം. സർക്കാരിനോട് വിയോജിക്കുന്നവരെ, സർക്കാരിനെ എതിർക്കുന്നവരെ വായടപ്പിക്കുവാൻ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നതിൽ ജനങ്ങൾ ഇന്ന് വളരെയേറെ ആശങ്കാകുലരാണ്. ഗവേഷകനായ നവ്ശരൺ സിംഗിനെ ഇ ഡി ചോദ്യം ചെയ്തത് ഇതിനെതിരെ സംസാരിക്കുന്നവരെ പോലും വെറുതെ വിടില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച് 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ മാത്രം പിടികൂടുന്നു എന്ന ആരോപണം വീണ്ടും ശക്തമാക്കുന്നതാണ് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ അറസ്റ്റ്. മോദി അധികാരത്തിൽ വന്ന ശേഷം ഇ ഡി അറസ്റ്റ് ചെയ്തവരിൽ 95% പേരും രാഷ്ട്രീയ നേതാക്കളാണ്. ഇവരിൽ 99% BJP വിരുദ്ധ പാർട്ടികളിൽ പെട്ടവരുമാണ്. മതനേതാക്കളെ, കോടികൾ കള്ളപ്പണം ഹവാല നടത്തുന്ന മതനേതാക്കളെ തൊട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ഇ ഡി ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. 2014 മുതൽ 2022 വരെയുള്ള കണക്കുകൾ പ്രകാരം 121 പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇവരിൽ 115 പേരും പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവരാണ്. UPA സർക്കാരിൻ്റെ കാലത്ത്, അതായത് 2004 മുതൽ 2014 വരെയുള്ള കാലയളവിൽ കേവലം 26 രാഷ്ട്രീയ നേതാക്കളെയാണ് ED പിടികൂടിയത്. ഇവരിൽ 14 പേർ പ്രതിപക്ഷ പാർട്ടികളിലുള്ളവരും ബാക്കിയുള്ളവർ ഭരണമുന്നണിയിൽ തന്നെ ഉള്ളവരുമായിരുന്നു. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയത് 2 മാസം മുമ്പാണ്. NDA ഭരണത്തിന് കീഴിൽ ED പിടികൂടിയവരിൽ മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി P. ചിദംബരം മുതൽ കേജ്രിവാൾ വരെയുള്ള ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് 32 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. കേജ്രിവാളിനെ പിടിക്കുന്നതിന് 2 ദിവസം മുമ്പ് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളും BRS നേതാവുമായ കവിതയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് എന്നിവരും മദ്യനയ കേസിൽ അറസ്റ്റിലായി ഇപ്പോൾ തീഹാർ ജയിലിലാണ്. 2014 മുതൽ 2022 സെപ്റ്റംബർ വരെ ED അറസ്റ്റ് ചെയ്ത വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുടെ പട്ടിക ഒന്ന് വേഗത്തിൽ ഞാൻ പറയാം. കോൺഗ്രസ് 24, തൃണമൂൽ കോൺഗ്രസ് 19, NCP 11, ശിവസേന 8, DMK 6, BJD 6, RJD 6, SP 5, TDP 5, AAP 3, INLD 3, YSR കോൺഗ്രസ് 3, CPM 2, NC 2, PDP 2, AIADMK 1, മഹാരാഷ്ട്ര നവനിർമ്മാൺ സമിതി 1, BRS 1. EDയെ പേടിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഇപ്പോൾ BJPയിൽ ചേക്കേറുന്നത് പതിവാണ്. അസമിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ശ്രദ്ധാ ചിട്ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2014 EDയും CBIയും അന്വേഷണം നടത്തിയിരുന്നു. അദ്ദേഹം BJPയിൽ ചേർന്നതോടെ ഈ കേസുകളെല്ലാം ആവിയായി. ഇതേ അനുഭവമാണ് ബംഗാളിലെ തൃണമൂലിൻ്റെ തീപ്പൊരി നേതാക്കളായിരുന്ന മുകുൾ റോയിയുടെയും സുവേന്ദു അധികാരിയുടെയും കാര്യത്തിലുണ്ടായത്. ഇരുവരും ശ്രദ്ധ ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതരായിരുന്നു. ഇവർ 2 പേരും 2017 BJPയിൽ ചേർന്നു. അതോടെ ആ കേസുകൾ ആവിയായി. ആന്ധ്രാപ്രദേശിലെ TDP നേതാവ് YS ചൗധരിയെയും ED പിടികൂടി സ്വത്ത് കണ്ടുകെട്ടിയിരുന്നു. 2019 ഇയാൾ BJPയിൽ ചേർന്നതോടെ കേസുകളെല്ലാം അലിഞ്ഞ് ഇല്ലാതെയായി. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഓഹരികൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ED പലവട്ടം ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ തെളിവുകൾ കിട്ടാത്തതിനാൽ അറസ്റ്റ് ഉണ്ടായില്ല. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേരയെയും EDയും CBIയും മാറി മാറി ചോദ്യം ചെയ്തിരുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ അശോക് ഗെഹ്ലോട്ട്, കമൽനാഥ്, അഹമ്മദ് പട്ടേൽ, ഭൂപീന്ദർ സിംഗ് ഹൂഡ തുടങ്ങിയവരുടെ ബന്ധുക്കളെയും ചോദ്യം ചെയ്തിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ CBI കേസെടുത്തതിന് പിന്നാലെയാണ് ED ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തത്. BJPയിൽ ചേരുവാൻ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നുവെങ്കിലും പക്ഷേ ശിവകുമാർ വഴങ്ങിയില്ല. തൃണമൂൽ നേതാവും മമതാ ബാനർജിയുടെ ബന്ധുവുമായ അഭിഷേക് ബാനർജി, ലാലു പ്രസാദിന്റെ കുടുംബവുമൊക്കെ EDയുടെ നോട്ടപ്പുള്ളികളാണ്. ഒന്നുകിൽ BJPയിൽ ചേരുക, അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുക എന്നത് മാത്രമാണ് അവർക്കുള്ള പോംവഴി. ഈ അടുത്ത കാലത്ത് DMKയുടെ നേതാക്കളായ പൊന്മുടി, സെന്തിൽ ബാലാജി എന്നിവരെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാന്റെ കാര്യമെടുക്കുക. 25,000 കോടിയുടെ ആദർശ് ഹൗസിംഗ് സൊസൈറ്റി അഴിമതി കേസിൽ പ്രതിയാണ് അദ്ദേഹം. NCP നേതാവും മഹാരാഷ്ട്രയിലെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറും സഹസ്ര കോടികളുടെ അഴിമതി കേസുകളിൽ പ്രതിയായിരുന്നു. BJP ഇയാൾക്കെതിരെ വലിയ അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം അദ്ദേഹം NCP പിളർത്തി BJP സഖ്യത്തിൽ ചേർന്നതോടെ ED കേസുകളെല്ലാം ഫ്രീസായി. കഴിഞ്ഞ ദിവസം SBI പുറത്തുവിട്ട ഇലക്ട്രൽ ബോണ്ട് രേഖകൾ പ്രകാരം വ്യക്തമാക്കുന്നത് EDയെ പേടിച്ച് 41 കമ്പനികൾ BJPക്ക് നൽകിയത് 2471 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ്. 30 ഷെൽ കമ്പനികൾ നൽകിയത് 143 കോടി രൂപയാണ്. ഇതിൽ 1698 കോടിയും നൽകിയിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡുകൾ നടന്നതിന് ശേഷമാണ്. അദാനി, അംബാനിമാർ വൈറ്റായി ഒന്നും നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 3.7 ലക്ഷം കോടിയുടെ കരാറുകൾ ലഭിച്ച 33 ഗ്രൂപ്പുകൾ BJPക്ക് നൽകിയത് 1851 കോടിയാണെന്നാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ 121 കോടി നൽകിയിരിക്കുന്നത് റെയ്ഡുകൾ നടന്ന് 3 മാസത്തിന് ശേഷമാണ്. 62,000 കോടിയുടെ കരാറുകൾ ലഭിച്ചത് BJPക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയ ശേഷമാണ്. വലിയ രീതിയിലുള്ള കോഴയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ BJPക്ക് ലഭിച്ചതെന്ന് കണക്കുകൾ ആധാരമാക്കി ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 3-ന് കൽപ്പത്തരു ഗ്രൂപ്പിൽ IT വകുപ്പ് റെയ്ഡ് നടത്തി. ഇവർ 3 മാസത്തിനുള്ളിൽ
BJPക്ക് 5.5 കോടി രൂപ നൽകിയെന്ന് ഹർജിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. IT റെയ്ഡ് നടന്ന ലോട്ടറി മാഫിയ സാന്റിയാഗോ മാർട്ടിന്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് 60 കോടി രൂപ BJPക്ക് നൽകുകയുണ്ടായി. 2022 നവംബർ 10 അരബിന്ദോ ഫാർമയിൽ ED റെയ്ഡ് നടന്നു. 3 മാസത്തിനുള്ളിൽ കമ്പനി BJPക്ക് 5 കോടി രൂപ നൽകി. പ്രശാന്ത് ഭൂഷൺ വ്യക്തമാക്കിയതാണ് ഇതെല്ലാം. സുപ്രീം കോടതി വിധിക്ക് ശേഷം പുറത്തുവന്ന ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നാണ് ഹർജിക്കാരിൽ ഒരാളായ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിന്റെ സ്ഥാപക അംഗവും ട്രസ്റ്റിയുമായ ജഗ്ദീപ് ചോക്കർ പറഞ്ഞത്. ഈ കേസിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് കേസിലെ ഹർജിക്കാരിയായ വിവരാവകാശ പ്രവർത്തക അഞ്ജലി ഭരദ്വാജ് ആവശ്യപ്പെട്ടത്. ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള അഴിമതികൾ അന്വേഷിക്കുവാൻ ഒരു സ്വതന്ത്ര സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. കേരളത്തിൽ തന്നെ നടത്തിയ ED റെയ്ഡുകളുടെ അവസ്ഥ നിങ്ങൾ നോക്കുക. കരുവന്നൂർ എന്തായി? ഒന്നുമായില്ല. ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷൻ KP യോഹന്നാന്റെ ആസ്ഥാനത്ത് നടത്തിയ റെയ്ഡിൽ ആയിരക്കണക്കിന് കോടികൾ അന്ന് പിടിച്ചെടുത്തിരുന്നു. ആ കേസ് ഇന്ന് തേഞ്ഞു മാഞ്ഞുപോയി. ദക്ഷിണ കേരള മഹാ ഇടവകയിലെ ധർമ്മരാജ പ്രസാലത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ ഹവാല ഇടപാടുകൾ, ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകളുടെ, ക്രൈസ്തവ സഭകളുടെ ഹവാല ഇടപാടുകളെല്ലാം EDയെ വെച്ച് വിരട്ടി സെറ്റിലാക്കി അവരെ വരുതിയിലാക്കി. ED എന്ന ഏജൻസിയെ വെറും വേട്ടപ്പട്ടിയായി തരം താഴ്ത്തി കളഞ്ഞില്ലേ? ഇതേ വേട്ടപ്പട്ടികളെ കൊണ്ട് തിരിച്ചു പണിയുവാൻ സാധിക്കില്ലേ? സാധിക്കും. എങ്ങനെ? ഭരണം മാറിയാൽ. അതിന് ഈ വിരല് വേണ്ട പോലെ പ്രയോഗിച്ചാൽ മതി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.